നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ആഞ്ചലോട്ടി ടു ബ്രസീൽ വല്ലതും നടക്കുമോടെ, കുറേ ആയിട്ട് കേൾക്കുന്നതല്ലേ എന്നായിരിക്കും പലരും ഇപ്പോൾ കമൻ്റ് ഇടാൻ പോകുന്നത്. പക്ഷേ കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നടക്കുന്നു എന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ തന്നെ അതിനുള്ള സാധ്യത പറഞ്ഞുകൊണ്ട് നേരത്തെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഏതായാലും ESPN FC ഇപ്പോൾ റിപ്പോർട്ട് കൊടുക്കുന്നത് ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്. പുതിയ റൗണ്ട് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഡേവിഡ് ആഞ്ചലോട്ടിയുമായിട്ട്. എന്ന് പറയുമ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ മകനുമായിട്ട് CBFൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ്, 2 റെപ്രസെൻറ്റേറ്റീവ്സും ഒരു ഏജൻറ്റും ഇപ്പോൾ മാഡ്രിഡിലുണ്ട്. അവർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. ഇതിൻ്റെ വിവരങ്ങൾ ESPN FC പുറത്തുവിടുന്നത് എങ്ങനെയാണ്? ആസ് സോഴ്സ് ടോൾഡ് ESPN ദാറ്റ് ടോക്സ് ബിറ്റ്വീൻ CBF റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ആഞ്ചലോട്ടീസ് ആൻഡ് റൂഗ് ഹാവ് റെസ്യൂംഡ് ഇൻ റീസെൻറ്റ് വീക്സ്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ആ ചർച്ചകൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻ ഏജൻറ്റ് ആൻഡ് 2 ബ്രസീലിയൻ ഇൻ്റർമീഡിയറീസ് ആർ ഇൻ മാഡ്രിഡ്. അവർ നിലവിൽ ഡേവിഡ് ആഞ്ചലോട്ടിയുമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് എഡ്നാൾഡോ റോഡ്രിഗസ് അടക്കമുള്ള CBFൻ്റെ തലപ്പത്തിരിക്കുന്നവരെ അറിയിക്കുന്നുമുണ്ട്. സോഴ്സിനെ കൺഫേം ചെയ്യാവുന്ന മറ്റൊരു കാര്യം, CBFO ആഞ്ചലോട്ടിയോ മാഡ്രിഡിനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത് വരെ ഒരു സ്റ്റെപ്പ് നേരിട്ടെടുക്കില്ല എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡിൽ അദ്ദേഹം തുടരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നതിന് ശേഷം മാത്രമാണ് ഇത് പബ്ലിക്കലി ഈ കാര്യങ്ങൾ അവർ പറയുകയുള്ളൂ. അതുവരെ സ്വാഭാവികമായിട്ടും ഇത് എവിടെ ചോദിച്ചാലും അവർ ഡിനൈ ചെയ്യുകയാണ് ചെയ്യുക. ഇപ്പോൾ CBF തന്നെ ഒഫീഷ്യലി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു റെപ്രസെൻറ്റേറ്റീവ്സും എവിടെയുമില്ല. റോഡ്രിഗോ കേറ്റാനോ, അതായത് ദേശീയ ടീമിൻ്റെ കോർഡിനേറ്റർ, അദ്ദേഹവും അതുപോലെ തന്നെ CBFൻ്റെ പ്രസിഡന്റ് എഡ്നാൾഡോ റോഡ്രിഗസുമാണ് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെട്ടവർ എന്നല്ലാതെ മറ്റാരെയും ഈ കാര്യം ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ഒഫീഷ്യലി CBF പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. ഓൾറെഡി മാഡ്രിഡിൽ CBFൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഡൊറിവാൾ ജൂനിയറെ പുറത്താക്കിയത് കൊണ്ട് പുതിയൊരു കോച്ചിനെ വരുന്ന ആഴ്ചകളിൽ തന്നെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. കാരണം ജൂണിലെ ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുണ്ട്. അതിന് മുന്നോടിയായിട്ട് മെയ് 26 ബ്രസീൽ ടീമിനെ പ്രഖ്യാപിക്കണം. അപ്പോൾ അതിന് ഇനിയിപ്പോൾ ഒരു മാസത്തോളം മാത്രമേ സമയമുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് കോച്ചിനെ പ്രഖ്യാപിക്കണം. എന്നിട്ട് കോച്ച് മറ്റു കാര്യങ്ങളൊക്കെ താരങ്ങളെയൊക്കെ വിലയിരുത്തിയതിന് ശേഷമല്ലേ സ്ക്വാഡ് പ്രഖ്യാപിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരും ദിനങ്ങളിൽ തന്നെ ബ്രസീൽ ടീമിൻ്റെ കോച്ചിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് റിപ്പോർട്ട്. അതിൽ ഫ്രണ്ട് റണ്ണർ എന്തായാലും ആഞ്ചലോട്ടിയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.